അഗ്നിസാക്ഷി ഭാഗം 7. എൻ്റെ കൈവിട്, നിങ്ങളാരാ? ആ പയ്യൻ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാം. ആദ്യം മര്യാദയ്ക്ക് നീ ആ പന്താ കൊടുക്ക്. കൊടുത്തില്ലെങ്കിലോ? ഇല്ലെങ്കിൽ. അവൾ ദീർഘമായി ഒന്ന് നിർത്തി. പിന്നെ കയ്യിൽ പിറകിൽ ഒളിപ്പിച്ച് വെച്ച വലങ്കൈ മുന്നിലേക്ക് കൊണ്ടുവന്നു. നല്ല അസലൊരു വടി കണ്ട് അവർ ഞെട്ടി. ഇതുകൊണ്ട് ഒരെണ്ണം അങ്ങ് വെച്ച് തരട്ടെ, നല്ല സുഖമായിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ പന്ത് കൊടുത്തോളാം. അതും പറഞ്ഞ് അവൻ വേഗം പന്ത് ഉണ്ണിക്കുട്ടൻ നേരെ നീട്ടി. അവനത് വാങ്ങി. എന്നാൽ മക്കൾ വിട്ടോ? അവൾ പറഞ്ഞതും അവൻ ജീവനും കൊണ്ട് ഓടി. അത് കണ്ട് ശ്രീപാർവതി ചിരിച്ചു. പിന്നെ തിരിഞ്ഞ് ഉണ്ണിക്കുട്ടനെ നോക്കി. അവൻ അവളോടുടെ ദേഷ്യത്തെ അല്പം കുറവാണെന്ന് അവൻ്റെ നോട്ടത്തിൽ നിന്നും മനസ്സിലായി. എങ്കിലും ചെറിയൊരു ഇഷ്ടക്കൂടി ഇപ്പോഴും ഉണ്ട്. ശ്രീപാർവതി അവൻ്റെ അരികിൽ ചെന്നു. അവളെ കണ്ടതും അവൻ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കൈയെ പിടിച്ചു. അവിടെ തന്നെ പോലെ എന്നെ വിടാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ആരെ? എന്നെ? അതെന്താ ഇഷ്ടമില്ലാത്തത്? ഞാൻ മോനെ വഴക്ക് പറഞ്ഞു. അവനില്ലെന്ന് അർത്ഥത്തിൽ തലയിടി. പിന്നെ അടിച്ചോ? ഇല്ല. പിന്നെ എന്താ എന്നെ ഇഷ്ടമില്ലാതിരിക്കുന്നത്? പറ. അവൻ പെട്ടെന്ന് ഉത്തരം മുട്ടി മുഖം കൊണ്ടിച്ചു. ശരി, എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടണ്ട. ചെറിയമ്മയ്ക്ക് ഒരു പരാതിയില്ല. പക്ഷേ ആ ഇഷ്ടക്കേടെന്തിനാണ് മോൻ അച്ഛനോട് കാണിക്കുന്നത്? മോൻ്റെ അച്ഛൻ പാവല്ലേ? ഇന്ന് മോൻ മൈൻഡ് ചെയ്യാത്തതിൽ അച്ഛന് എന്ത് സങ്കടമായിരുന്നു. അച്ഛൻ കരഞ്ഞോണ്ടാണ് ജോലിക്ക് പോയത്. അത് കേട്ടതും അവൻ ഞെട്ടി. ആണോ? എൻ്റെ അച്ഛൻ കരഞ്ഞോ? അവൻ സങ്കടത്തോട് ചോദിച്ചു. അച്ഛനോട് എന്തിനാണ് മോൻ ദേഷ്യപ്പെടുന്നത്? അത് അച്ഛൻ എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? എൻ്റെ അമ്മേ, അച്ഛൻ കല്യാണം കഴിച്ചില്ലേ? പിന്നെ എന്തിനാണ് വീണ്ടും കല്യാണം കഴിച്ചത്? അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ എന്ത് പറയണം എന്നറിയാതെ അവളൊന്ന് കുഴങ്ങി. അതാണോ മോൻ്റെ വിഷമം? മോൻ്റെ അച്ഛൻ എന്നെയല്ല, ഞാനാ മോൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചത്. ഞാൻ വന്നു എന്ന് വെച്ച് അച്ഛന് മോനോടുള്ള ഇഷ്ടമൊന്നും കുറയില്ല. ഉണ്ണിക്കുട്ടൻ എന്നും അച്ഛൻ്റെ മോനായിരിക്കും. മോൻ അച്ഛനോട് പിണങ്ങാതിരുന്നാൽ മതി. അത് അച്ഛന് ഒത്തിരി സങ്കടമാകും. അത് കേട്ടതും അവന് വിഷമമായി. അച്ഛനോട് മോന് പിണക്കമുണ്ട് ഇപ്പോൾ? അവൻ കുറച്ച് സമയം മൗനമായി നിന്നു. ഇല്ല. എന്നാൽ ഞാൻ അച്ഛന് ഫോൺ വിളിച്ച് തരട്ടെ, സംസാരിക്കൂ. അവൻ മൂളി. അവൾ ഫോണെടുത്ത് കാശിയുടെ നമ്പർ ഡയൽ ചെയ്തു. ജീപ്പിൽ കമ്മീഷണർ ഓഫീസിലേക്ക് പോവുകയായിരുന്നു അവർ. അപ്പോഴാണ് കാശിയുടെ ഫോൺ അടിച്ചത്. അവൻ അതെടുത്ത് നോക്കി. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. അവനൊന്ന് സംശയിച്ച ശേഷം കോൾ എടുത്തു. ഹലോ അച്ഛാ. പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം കേട്ടതും അവനെ നമ്പരുന്നു. മോനെ, നീ ഇതെവിടെയാ? ഇത് ആരുടെ ഫോണിലാണ് സംസാരിക്കുന്നത്? അവൻ ഇപ്പം പരിഭ്രമത്തോട് ചോദിച്ചു. അത് ഇന്നലെ അച്ഛൻ്റെ കൂടെ വന്ന ആൻറ്റിയുടെ ഫോണിൽ നിന്നാ. അവളുടെ ഫോണിൽ നിന്നോ? അവൻ ആകെ കിളിപ്പോയ അവസ്ഥയിൽ നിന്നു. ഞാൻ അച്ഛനോട് സോറി പറയാൻ വിളിച്ചതാ. ഉണ്ണിക്കുട്ടൻ പിണങ്ങിയപ്പോൾ അച്ഛന് ഒത്തിരി സങ്കടമായി അല്ലേ? സോറി അച്ഛാ. അവൻ പറഞ്ഞത് കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സാരമില്ല മോനെ, മോൻ അച്ഛനുള്ള പിണക്കൊക്കെ മാറിയോ? അത് മതി അച്ഛന്. അച്ഛനൊന്നും കഴിക്കാതെ പോയെന്ന് ആ ആൻറ്റി പറഞ്ഞു. അച്ഛൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനേ. മോനും ഭക്ഷണമൊക്കെ കഴിക്കണം. വെയിലത്തൊന്നും അധികം കളിക്കാൻ നിൽക്കണ്ട. എന്നാ വെക്കട്ടെ. കാശി കോൾ കട്ട് ചെയ്തു. എന്താടാ, ഉണ്ണിക്കുട്ടനാണ് വിളിച്ചത്? അവൻ്റെ മുഖത്ത് സന്തോഷം കൊണ്ട് ജിതൻ ചോദിച്ചു. എന്നോട് സോറി പറയാൻ വിളിച്ചതാ. കാലത്തൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞു. ആഹാ. അല്ല, അവൻ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? അത് പാറുവിൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അവളുടെ ഫോണിൽ നിന്നോ? അപ്പോൾ അവരെന്നായോ? അതെനിക്ക് മനസ്സിലാകത്ത്. ഏതായാലും ഉണ്ണിക്കുട്ടൻ്റെ പിണക്കം മാറിയില്ല. അത് മതി. നീ ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി. നല്ല വിശപ്പ്. ജിതൻ അടുത്ത് കണ്ട് ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി. കോൾ കട്ട് ചെയ്ത് ഉണ്ണിക്കുട്ടൻ ഫോൺ ശ്രീപാർവതിക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി. മിടിക്കും. മോനെന്നാ പോയി കളിച്ചോ? എൻ്റെ കൂട്ടുകാരൊന്നും ഇനി വരുമെന്ന് തോന്നുന്നില്ല. ആണോ? എന്നാ ഉണ്ണിക്കുട്ടൻ എൻ്റെ കൂടെ വാ, എനിക്ക് നാടൊക്കെ കാണിച്ചതാ, അവൾ പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് മടിച്ചു. അത് എന്താ, പറ്റില്ലേ? എന്നോട് പിണക്കമാണെങ്കിൽ വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. അത് പറഞ്ഞ് അവൻ നടക്കാൻ തുടങ്ങിയതും അവൻ എന്തോ ആലോചിച്ചു. പിന്നെ പെട്ടെന്ന് അവളെ വിളിച്ചു. ആൻറ്റി നിൽക്ക്, ഞാനും വരാം.
അത് കേട്ടതും അവൾക്ക് സന്തോഷമായി. എന്നാ വാ. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ നടന്നു. ഉണ്ണിക്കുട്ടൻ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു. അവൾ നടന്ന് കവലയിലെത്തി. ഉണ്ണിക്കുട്ടനെ വിശക്കുന്നില്ലേ? നമുക്ക് ഒരു വടയും ചായയും കഴിച്ചാലോ? അവൻ ചോദിച്ചു. അവൻ ആവേശത്തോടെ തലയാട്ടി. രണ്ടാളും കൂടി അടുത്ത് കണ്ട ചായക്കടയിൽ കയറി ഓരോ ഉഴുന്നുവടയും ചായയും കഴിച്ചു. ചില്ലുപാത്രത്തിൽ കിടക്കുന്ന തേൻമിഠായി ഉണ്ണിക്കുട്ടൻ കൊതിയോടെ നോക്കുന്നത് കണ്ട് അവളത് വാങ്ങി അവന് കൊടുത്തു. അവൻ സന്തോഷത്തോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടാളും നടന്നു. തോടുവരമ്പിലൂടെയും പാടത്തൂടെയും കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞു നടന്ന് ഇരുവരും നല്ല കൂട്ടായി. അങ്ങനെ അവർ വീട്ടിലെത്തി. ചിരിച്ച് കളിച്ച് വരുന്ന അവരെ കണ്ട് വരാന്തയിൽ നിൽക്കുകയായിരുന്നു വീണയും വിശ്വതയും. അമ്പരന്ന് പോയി. പെട്ടെന്ന് ആരോടും അടുക്കാത്ത പ്രകൃതക്കാരനാണ് ഉണ്ണിക്കുട്ടൻ. എന്നിട്ടും അവളോട് എങ്ങനെ ഇത്ര പെട്ടെന്നിണങ്ങി? അവർ ആലോചിച്ചു. കേട്ടോമ്മ, ഇവൻ മിടുക്കനാട്ടോ. എന്നെ നാട് മുഴുവനും ചുറ്റിക്കാണിച്ചു തന്നു. ശരിക്കും കണ്ണേട്ടൻ്റെ അതേ പ്രകൃതം തന്നെ. അവനെ മുടിയിൽ തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. മോൻ വാ, അമ്മ ചോറെടുത്ത് തരാം. വീണ് പറഞ്ഞു. ആൻറ്റിക്കും ചോറ് വേണം, അവൻ പറഞ്ഞു. അവർ അമ്പൊടുപ്പോടെ അവളെ നോക്കി. മോൻ പോയി കഴിച്ചു, ആൻറ്റി കാലും കൈയൊക്കെ കഴുകിയിട്ട് വന്നോളാം. അതും പറഞ്ഞ് അവൻ അമ്മയോടൊപ്പം അകത്തേക്ക് പോയി. അവന് പിന്നാലെ അവളും അകത്തേക്ക് നടന്നു. തുടരും.